നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026-27 ഇംഗ്ലീഷ് ഫുട്ബോൾ സീസൺ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടം ഇന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ കാർഡിഫിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. നമ്മളതിൻ്റെ പ്രിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. രണ്ട് ടീമിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത്തവണ പ്രീമിയർ ലീഗിൽ ആര് കിരീടം ചൂടും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രൊജക്ഷൻ വെച്ചിട്ട് അവർ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിന്നിങ് പേഴ്സൻറ്റേജ് കൂടുതൽ ആർക്കാണ് എന്നത് അവതരിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഒപ്റ്റ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ മാച്ചുകൾ സിമുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് അവരുടെ പ്രഡിക്ഷൻസ് വരാറുള്ളത്. സോ ഏറ്റവും അധികം ഇത്തവണ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ആഴ്സണലിനാണ്. ഇത്തവണ കിരീടം ചൂടാൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം സാധ്യത ആഴ്സണലിന്, അതായത് 38% അവരുടെ വിന്നിംഗ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റി. പുതിയ കോച്ച് എൻസോ മരസ്കയുടെ കീഴിലാണ് അവരുള്ളത്. പെപ് ഗാർഡിയോള പടി ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ സിറ്റി നല്ല രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20.5% അവരുടെ കിരീട സാധ്യത കണക്കാക്കുന്നത്. മൂന്നാമതാണ് ലിവർപൂൾ ഉള്ളത്, 9.2% ലിവർപൂളിൻ്റെ കിരീട സാധ്യത. നാലാമത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 6.2% അവർക്ക് കിരീട സാധ്യത കൽപ്പിച്ചിരിക്കുന്നു. പോയ സീസണിൽ മൈക്കൽ കാരിക്കിൻ്റെ കീഴിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ടീമിന് ഇത്തവണയും മികവ് കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ട് ആരാധകർക്ക്. അഞ്ചാമതാണ് ആസ്റ്റൺ വില്ലയുള്ളത്, 4.8% അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ സാബി അലോൺസോയുടെ കീഴിൽ ഒരുങ്ങുന്ന ചെൽസിക്ക് കിരീട സാധ്യത 4.1%. അതായത് 6ാം സ്ഥാനത്ത് അവരുണ്ട്. 7ാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ. പോയ സീസണിൽ ആകെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അവർ. എന്നാൽ ഇത്തവണ തിരികെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിരീട സാധ്യത 2.9%. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രഡിക്ഷൻ. അതായത് ഏറ്റവും അധികം കിരീട സാധ്യത തീർച്ചയായിട്ടും ആഴ്സണലിന്, രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റി വരുന്നത്. ഇനി റെലഗേഷൻ സാധ്യത എങ്ങനെയാണ്? റെലഗേറ്റ് ചെയ്യപ്പെടാൻ ഏറ്റവും അധികം സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഹൾ സിറ്റിക്കാണ്. 38.7% അവർ റെലഗേറ്റ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത് റെലഗേഷൻ സാധ്യതയുള്ളത് ഇപ്സ്വിച്ച് ടൗണിനാണ്, 31.2%. മൂന്നാമത് കവൻട്രി സിറ്റിയാണ്. അവരുടെ റെലഗേഷൻ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 27.9%. നാലാമത് സണ്ടർലൻഡ്, റെലഗേഷൻ സാധ്യത 25.9%. അഞ്ചാമത് ഫുൾഹാം, 23.4%. ആറാമത് ലീഡ്സ് യുണൈറ്റഡ്, 22.5%. ഏഴാമത് ക്രിസ്റ്റൽ പാലസ്, 20%. അതായത് ഇത്തവണ പതിവ് പോലെ ലീഗ് ടേബിളിൻ്റെ ബോട്ടത്തിൽ നല്ലൊരു പോരാട്ടം നടക്കും എന്ന് വേണം കരുതാൻ. കാത്തിരിക്കാം ഇത്തവണത്തെ പ്രീമിയർ ലീഗ് സീസണിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.